ഹായ് ഹലോ, നമുക്കൊരു മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുത്താലോ. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിള വരണം. ഒരു കമ്പി പരുവം ആകണം പഞ്ചസാരപ്പാനി. ആ സമയം നമുക്ക് കുറച്ച് കടലമാവ് എടുത്ത് വെക്കാം. 1 കപ്പ് കടലമാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം. മറ്റൊരു പാത്രത്തിലേക്ക്, ഉണങ്ങിയ പാത്രം ആയിരിക്കണം കേട്ടോ, അതിലേക്ക് 1 കപ്പ് നെയ്യും 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് എണ്ണയും ചേർക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേറൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് ഈ എണ്ണയും നെയ്യും കലർന്ന മിശ്രിതം വെച്ചിട്ട് ചൂടാകാനായിട്ട് വെക്കുവാണ്. അത് എപ്പോഴും ചൂടായി തന്നെ ഇരിക്കണം, സ്റ്റവ് ഓഫ് ചെയ്തത്. ഈ സമയം നമുക്കൊരു ട്രേ എടുത്തിട്ട് ഇതേപോലെ കുഴിവെള്ളം ഒരു ട്രേ എടുത്തിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് മാറ്റി വെക്കാം. പഞ്ചസാര 1 നൂൽ പരുവം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ച കടലമാവ് ചേർത്ത് കൊടുക്കാം. ഒരു കൈ കൊണ്ട് കടലമാവ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മറ്റേ കൈ കൊണ്ട് സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. നമ്മൾ എണ്ണ ചേർത്തിട്ട് അത് വേവിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോയിക്കോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലമാവും പഞ്ചസാര മിശ്രിതവും നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ തവി വെച്ച് കോരിയിട്ട് ചേർത്ത് കൊടുക്കണം. ആ ചൂടോടെ തന്നെ ചേർക്കണം. ആദ്യത്തെ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതേപോലെ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എണ്ണയൊക്കെ അതിൽ നിന്നും അബ്സോർബായി പോകുന്നവരെ ഇളക്കണം. അത് കഴിഞ്ഞ് അടുത്ത സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കാം. 3ാമത്തെ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. 4ാമത്തെ സ്പൂൺ ചേർത്ത് കൊടുത്തു, മതിയാകും. സൈഡിലൊക്കെ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ട്രേയിലേക്ക് കൂട്ടൊഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ മിശ്രിതം പാത്രത്തിൽ തന്നെ സെറ്റായി പോകും. പെട്ടെന്ന് അത് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പാറ്റുലയിൽ നെയ്യ് തേച്ചിട്ട് ഇതുപോലെ നിരപ്പാക്കി കൊടുക്കാം. ഒരിക്കലും ടാപ്പ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ആ സമയം തന്നെ നമുക്കൊന്ന് വരഞ്ഞു വെക്കണം, അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഇളകി ഇങ്ങ് പോരും. കണ്ടോ, ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഹോൾസൊക്കെയുള്ള നല്ല മൈസൂർ പാക്കാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ.